സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് 1067/2025 എന്ന കോഡിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. അതിൻ്റെ പാർട്ട് 2 ആണ്, ക്ലാസ് 2 ആണ്. പാർട്ട് 1 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 5 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരുന്നു. ഇനി ബാലൻസ് 5 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. എല്ലാവരും ഒന്ന് കുറിച്ചെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നോക്കിയ ചോദ്യം ഇങ്ങനെയാണ്. നോക്കിയ ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് വെർബൽ വെർബൽ അല്ലെങ്കിൽ വെർബ്, ഉചിതമായിട്ടുള്ള വെർബ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനാണ് ചോദ്യം. മെനി എ ചൈൽഡ് ഡാഷ്, മെനി എ ചൈൽഡ് ഡാഷ്. എൻജോയ് ടു സിം ഓപ്ഷനിലുണ്ട്, എൻജോയ് സിമ്മിങ് ഓപ്ഷനിലുണ്ട്, എൻജോയ്സ് ടു സിം ഓപ്ഷനിലുണ്ട്, എൻജോയ്സ് സ്വിമ്മിങ് ഓപ്ഷനിലുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്, എൻജോയ്സ് സ്വിമ്മിങ്. ഇനി കാരണം പറഞ്ഞേ. കാരണം എന്താ? മെനി എ വരുന്ന സെന്റൻസുകളിൽ എന്താ പറഞ്ഞത്? മെനി എ വരുന്ന സെന്റൻസുകളിൽ സബ്ജക്റ്റ് സിംഗുലാർ ആയിരിക്കും. സിംഗുലാർ സബ്ജക്റ്റ്, വെർബും സിംഗുലാർ ആയിരിക്കും. സബ്ജക്റ്റും വെർബും എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കും. എന്താ? മെനി എ ചൈൽഡ് സിംഗുലാർ, തുടർന്ന് വരുന്ന വെർബ് എൻജോയ്സ് സിംഗുലാർ ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ എൻജോയ്സ് അല്ലേ കിടക്കണമെന്ന് ചിന്തിക്കും അല്ലേ? എൻജോയ് പ്ലൂറലാണ്, അത് രണ്ടും വരില്ല. അപ്പോൾ ഇതും വരാം. എന്നിട്ട് നിങ്ങൾ ഇതല്ലേ മനുഷ്യ പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം? ഈ എൻജോയ്സിന് ഒരു പ്രത്യേകത കൊണ്ട് കിട്ടുള്ളൂ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ഇ ക്യൂബ് പ്ലസ് ing എന്ന് പഠിച്ചത് ഓർമ്മണ്ട? ജെറണ്ടിൽ ഇ ക്യൂബ് പ്ലസ് ing എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈയിൽ 3 വാക്കുകൾ. ഒന്നാമത്തത് എൻജോയ്, ഒന്നാമത്തെ വാക്കാണ് എൻജോയ്. രണ്ടാമത്തത് എക്സ്ക്യൂസ്. മൂന്നാമത്തത് എസ്കേപ്പ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും ing ആണ് ഉത്തരം. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും ഉത്തരം ഏതാ? ing. എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ്. എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ് കഴിഞ്ഞാൽ ഉത്തരം ഏതാ? ing. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഈ ക്യൂബ്, അപ്പോൾ നമുക്ക് എൻജോയ് വന്നത് കൊണ്ടാണ് ing. ഇവിടെ ടു സിം എന്നാണ് കിടക്കുക, അതുകൊണ്ട് അത് വരില്ല. അതുകൊണ്ട് നമുക്ക് ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വന്നു. അപ്പോൾ ആ റൂളൊന്ന് പഠിച്ചു വയ്ക്കുക. റൂൾ ഇങ്ങനെ പഠിക്കുക. MPP എന്ന് പറഞ്ഞാൽ മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. MPP എന്ന് പറഞ്ഞാൽ എന്താ? മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. എന്നാൽ രണ്ടാമത്തെ റൂളാണ് മാസ്. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? മെനി എ. ഇതാണ് നമുക്കിപ്പോൾ വന്ന ചോദ്യം. മെനി എ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. മെനി എ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. ഇപ്പോൾ ഒരു ചോദ്യം മെനിയിലാണ് തുടങ്ങുന്നതെങ്കിൽ തുടർന്ന് പ്ലൂറലാണ്. മെനി എ ആണ് വരുന്നതെങ്കിൽ സിംഗുലാർ. അപ്പോൾ MPP മാസ് പഠിക്കുക. MPP മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. മാസ് എന്ന് പറഞ്ഞാലോ മെനി എ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. ചോദ്യങ്ങൾ നോക്കിയേ. ചോദ്യം, മെനി എ സ്റ്റുഡൻറ്റ് ഡാഷ് റൈറ്റിംഗ് ആൻ എക്സാം. മെനി എ സ്റ്റുഡൻറ്റ് ഡാഷ് റൈറ്റിംഗ് ആൻ എക്സാം. ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്, വേർ ഉണ്ട്. ഏതാ? മെനി എ വരുന്നുണ്ട്, ഉത്തരം സിംഗുലാർ. ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. മെനി സ്റ്റുഡൻസ് ഡാഷ് റിട്ടൺ ആൻ എക്സാം. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, വില്ലുണ്ട്, ഈസ് ഉണ്ട്. നമുക്ക് മെനി കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് ഉത്തരം എന്ത് പറയണം? പ്ലൂറലാണ് വരേണ്ടത്. ഹാവ് ഉത്തരം. കാരണം റിട്ടൺ എന്ന് പറയുന്ന V3 ആണ്, അതുകൊണ്ട് ഹാവ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം നോക്കിയേ. മെനി എ ഗേള് ഡാഷ് സിംഗിങ് എ സോങ്. മെനി എ ഗേള് ഡാഷ് സിംഗിങ് എ സോങ്. ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്, വില്ലുണ്ട്. നമുക്ക് മെനി എ വരുന്നുണ്ട്, ഉത്തരം എന്ത് പറയണം? സിംഗുലാർ ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈസ് ഓപ്ഷനിലുണ്ട്, അതേപോലെ ഈസ് സിംഗുലാർ, ആം വരില്ല, ഐ വന്നാൽ മാത്രമേ വരുള്ളൂ. ആറ് പ്ലൂറലാണ്. വില്ല് വന്നു കഴിഞ്ഞാൽ വില്ല് സിംഗുലാറും ആണ്, പക്ഷെ വില്ല് വന്നു കഴിഞ്ഞാൽ V1 ആണ് വരേണ്ടത്. ഇവിടെ സിംഗിങ് എന്ന് പറയുന്ന വെർബ് ing ആയതുകൊണ്ട് നമുക്ക് ഉത്തരം ഏതാ? ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം, മെനി സ്റ്റുഡൻസ് ഡാഷ് ആബ്സെന്റ് ടുഡേ. ഈസ് ഉണ്ട്, ആർ ഉണ്ട്, അതുപോലെ വാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഏതാ? മെനി കഴിഞ്ഞ സ്റ്റുഡൻസ് പ്ലൂറൽ ആയതുകൊണ്ട് ആർ ആബ്സെന്റ് ടുഡേ. അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറ്റൊരു ചോദ്യം നോക്കിയേ. മെനി എ സ്റ്റുഡൻറ്റ് ഡാഷ് ടു കോളേജ് ഡെയിലി. ഗോസ് ഉണ്ട്, ഗോയുണ്ട്, വെൻ്റ് ഉണ്ട്, വാസ് ഗോയിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെനി എ വരുന്നുണ്ട്, സിംഗുലാർ ആണ്. ഗോസ് സിംഗുലാർ ആണ്, ഗോ പ്ലൂറൽ വരില്ല. വെൻ്റ് സിംഗുലാറും പ്ലൂറലാണ് വരാം. വാസ് ഗോയിങ് സിംഗുലാർ ആണ് വരാം. ഇനി എങ്ങനെ ഇതിൽ ഗോസ് ആണോ വെൻ്റ് ആണോ വാസ് ഗോയിങ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം?
ഓക്കെ, ഡെയിലി എന്ന വാക്ക് സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്നു. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. അങ്ങനെയാണെങ്കിൽ ഏതെടുക്കുന്നു? ഗോസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ റൂൾ ഏതൊക്കെയാ? MPP മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. മാസ് മെനി എ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. വാട്ട് ഡസ് ദിസ് സെന്റൻസ് മീൻസ്? താഴെ തന്നിരിക്കുന്ന സെന്റൻസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ദ ന്യൂസ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ. ടു ഗുഡ് ടു ബി ട്രൂ. ഓക്കെ, ഏതാ എൻ്റെ ഓപ്ഷൻസ്? ദ ന്യൂസ് ഈസ് വെരി ഗുഡ് ആൻഡ് ട്രൂ. ദ ന്യൂസ് ഈസ് ഗുഡ് ബട്ട് നോട്ട് വെരി ട്രൂ. അടുത്ത ന്യൂസ് ഈസ് സോ ഗുഡ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി ട്രൂ. അടുത്തത് ദ ന്യൂസ് ഈസ് നൈദർ ഗുഡ് നോർ ട്രൂ. ഏതാ അതിൻ്റെ ഏകദേശം മീനിങ് വരുന്നത്? സി ഓപ്ഷൻ ആണ് കേട്ടോ. ദ ന്യൂസ് ഈസ് സോ ഗുഡ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി ട്രൂ. സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കിയേ, കൺജങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 2 വരുന്ന ചോദ്യങ്ങളാണ്. 2 ആണ്. അപ്പോൾ നമുക്ക് കൺജങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. നോക്കിയേ, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ബൈ യൂസിങ് കറക്റ്റ് ഓപ്ഷൻസ്. അതാണ് ചോദ്യം. അതിൽ ആദ്യത്തേത് ഹാർഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ വെൻ ഡാഷ് ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. ഓപ്ഷന് ഏതാ? ദാനുണ്ട്, വെന്നുണ്ട്, ദെന്നുണ്ട്, അതേപോലെ ടില്ലുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? ഹാർഡ്ലി, വെന്നാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങളിങ്ങനെ ഓർക്കുക, ഹാർഡ്ലി വരുന്ന സെൻറ്റൻസിൽ ഹാർഡ്ലി, അതേപോലെ സ്കേഴ്സ്ലി വരുന്ന സെൻറ്റൻസുകളിൽ തൊട്ടടുത്തായിട്ട് ഹാഡ് അല്ലെങ്കിൽ ഡിഡ് വരണം. 2 ഓക്സിലറി ഹാഡ് അല്ലെങ്കിൽ ഡിഡ്. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരണം. അത് കഴിഞ്ഞിട്ട് V3 അല്ലെങ്കിൽ V1 പ്ലസ് വെന്ന്. V3 അല്ലെങ്കിൽ V1 പ്ലസ് വെന്ന്. അപ്പോൾ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ഏതാ എങ്ങനെ ഇക്വേഷൻ? ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി ഒക്കെ വരുന്ന സെൻറ്റൻസ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഹാർഡ്ലിയിലോ ബെയർലിയിലോ സ്കേഴ്സ്ലിയിലോ തുടങ്ങിയാൽ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഡാഷിൽ ഓക്സിലറി വെർബാണ് എഴുതേണ്ടത്. 2 ഓക്സിലറി എഴുതാം. ഒന്നെങ്കിൽ ഹാഡ് എഴുതാം അല്ലെങ്കിൽ ഡിഡ് എഴുതാം. ഇനി അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് സബ്ജക്റ്റ് വരണം. ഇനി നിങ്ങൾ ഹാഡാണ് എഴുതുന്നതെങ്കിൽ V3 ഫോമിൽ വെർബ് എഴുതുക. ഇനി ഡിഡാണ് എഴുതുന്നതെങ്കിൽ V1 എഴുതുക. തുടർന്ന് വെൻ എഴുതണം. ഇവിടെ നോക്കിയാണ്ടേ ഹാർഡ്ലി വന്നിട്ടുണ്ട്, സ്കേഴ്സ്ലി വന്നിട്ടുണ്ട്, ഹാഡ് അവിടെ വന്നിട്ടുണ്ട്, ഐ സബ്ജക്റ്റ്, ഹാഡ് വന്നുകൊണ്ട് റീച്ച്ഡ് എന്ന വെർബ്. ഇനി നമുക്ക് എന്ത് എഴുതണം? വെന്നാണ് എഴുതേണ്ടത്. വെൻ നമ്മളോട് ഉത്തരമായിട്ട് എഴുതി. ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം കിട്ടും. നോ സൂണർ മറ്റൊരു ചോദ്യം നോക്കിയാൽ നോ സൂണർ ഹാഡ് ഷീ ഹേർഡ് ദ സാഡ് ന്യൂസ് ഡാഷ് ഷീ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ഓപ്ഷനിൽ വെന്ന്, ബിഫോർ, ദാൻ, ദെൻ. നോ സൂണർ വരുന്ന സെൻസിന് മറുഭാഗത്ത് നോ സൂണർ ദാൻ ആണ് ചേർക്കുന്നത്. ദാൻ. നോ സൂണറിന് ഇക്വേഷനും ഉണ്ട്, ഒന്ന് പഠിച്ചു വെച്ചേ. നോ സൂണർ വരുന്ന സെൻറ്റൻസുകളിൽ തൊട്ടടുത്തായിട്ട് സെയിം ഇക്വേഷൻ ഹാഡ് അല്ലെങ്കിൽ ഡിഡ് വരാം. അതിനെ തുടർന്ന് സബ്ജക്റ്റ് വരും. അതിനെ തുടർന്ന് എന്ത് വരും കൂട്ടല്ലേ? സബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് V3 ഓർ V1. അത് കഴിഞ്ഞിട്ട് ഏതാ? പ്ലസ് ദാൻ. പറഞ്ഞേ, നോ സൂണർ പ്ലസ് ഹാഡ് ഓർ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 ഓർ V1 പ്ലസ് ദാൻ. തന്നിരിക്കുന്ന സെൻസ് നോ സൂണർ തുടങ്ങുന്നു, തുടർന്ന് ഹാഡ് അല്ലെങ്കിൽ ഡിഡ് വരുന്നു, സബ്ജക്റ്റ് അതിനെ തുടർന്ന് V3 അല്ലെങ്കിൽ V1, അത് കഴിഞ്ഞിട്ട് ദാൻ ആണ് വരുന്നത്. THEIN ദാൻ. ക്ലിയർ ആണല്ലോ? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഡാഷ് ദ പഞ്ചായത്ത് പ്രസിഡന്റ് നോർ ദ മെമ്പേഴ്സ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. നൈദർ ഉണ്ട്, ഐദർ ഉണ്ട്, ബോത്ത് ഉണ്ട്, നൈദർ ഓഫ് ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നോക്കിയേ, ഇവിടെ നോറ് കിടക്കുന്നുണ്ടാ? നോറിൻ്റെ കോമ്പിനേഷൻ വേർഡ് ഏതാണ് കൂട്ടല്ലേ? നമ്മൾ എയ്തറിനോടൊപ്പം ചേർക്കുന്നത് ഓറും, നൈദർ വന്നു കഴിഞ്ഞാൽ ഏത് ചേർക്കണം? നോറാണ് ചേർക്കുന്നത്. നൈദർ നോർ. നോട്ടൊള്ളിയാണ് ഒരു ഭാഗത്ത് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചേർക്കണം? മറുഭാഗത്ത് ബട്ട് ആൾസോ ചേർക്കണം കേട്ടോ. നോട്ടൊള്ളി, ബട്ട് ആൾസോ. സോയാണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ദാറ്റ്. സോയാണെങ്കിൽ ദാറ്റ്. ലെസ്റ്റ് ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഷുഡ് ചേർക്കണം. ലെസ്റ്റ് ആണെങ്കിൽ ഷുഡ് ചേർക്കണം കേട്ടോ. നോ സൂണർ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് എന്ത് ചേർക്കണം കൂട്ടല്ലേ? നോ സൂണർ നേരത്തെ പഠിച്ചു, ദാൻ ചേർക്കണം. നോ സൂണർ വന്നു കഴിഞ്ഞാൽ ദാൻ. ഇത് കോമ്പിനേഷൻ വേർഡുകൾ, അതൊന്ന് ഓർമ്മയിലിരിക്കുക. ഇവിടെ നോർ വന്നുകൊണ്ട് മറുഭാഗത്ത് ഏതാ? നൈദർ നോർ. നൈദർ അവിടെ വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ.
ദ പ്രോബ്ലം വാസ് ഡാഷ് ഡിഫിക്കൽട്ട് ദാറ്റ് ഐ കുഡ് നോട്ട് സോൾവ് ഇറ്റ്. ഓപ്ഷനിലായിട്ട് വെരി ഉണ്ട്, സോ ഉണ്ട്, ടു ഉണ്ട്, മച്ച് ഉണ്ട്. അപ്പോൾ കണക്ഷൻ വേടാണ്. നമ്മൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് നിങ്ങൾക്ക് മറുഭാഗത്ത് ദാറ്റ് ആണ് കിടക്കുന്നത്. ദാറ്റ് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് പറഞ്ഞ കുട്ടി ഇതാ കിടക്കുന്നു. ദാറ്റ് വന്നു കഴിഞ്ഞാൽ ഏത് കിടക്കണം? സോ. സോ വരുന്ന ഓപ്ഷൻ ഏതാ? ഇതാ കിടക്കുന്നു. സോ ദാറ്റ്. ഉണ്ടോ കോമ്പിനേഷൻ വേർഡ് സോ ദാറ്റ്. അവിടെ ചോദ്യം നോക്കിയേ. മൈ ഫ്രണ്ട് ഡാഷ് മൈ ബ്രദർ ഈസ് ഇല്ല്. സോ ദാറ്റ് ഉണ്ട്, ആസ് വെൽ ആസ് ഉണ്ട്, ആൻഡ് ഉണ്ട്, നോർ ഉണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്കവിടെ ഉത്തരമായിട്ട് വരുന്നത് ആസ് വെൽ ആസ് ആണ് കേട്ടോ. ഈ ആസ് വെൽ ആസ് വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ എന്ത് ചെയ്യുന്നു? ആദ്യ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതണം. ആദ്യ സബ്ജക്റ്റ് മൈ ഫ്രണ്ട് ആണ്. മൈ ഫ്രണ്ട് സിംഗുലാർ ആയതുകൊണ്ട് ഈസ് അവിടെ ഉത്തരമായിട്ട് വന്നു. അപ്പോൾ സോ ദാറ്റ് ഒരുമിച്ച് എഴുതാറില്ല. പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നു? ആസ് വെൽ ആസ് ആൻഡ് പറയല്ല. ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലൂറൽ ആയിരിക്കണം വരേണ്ടത്. നോറ് പറഞ്ഞെങ്കിൽ നൈദർ വന്നിരിക്കണം. ഓക്കെ. അപ്പോൾ ആസ് വെൽ ആസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. നിങ്ങളെ മറ്റൊരു ചോദ്യം ഇതാണ്. എന്ത് ചെയ്യുന്നു? ചൂസ് ദ ഫോളോയിങ് സെന്റൻസ് അല്ലെങ്കിൽ ചൂസ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് കറക്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ അരുൺ സെഡ് ദാറ്റ് ഹിസ് പേഴ്സ് ഹാഡ് ബീൻ സ്റ്റോളൻ. രണ്ടാമത്തത് അരുൺ സെഡ് ദാറ്റ് ഹിസ് പേഴ്സ് വാസ് സ്റ്റോളൻ. മൂന്നാമത്തത് അരുൺ സെഡ് ദാറ്റ് ഹിസ് പേഴ്സ് ഈസ് സ്റ്റോളൻ. നാലാമത്തെ അരുൺ സെഡ് ദാറ്റ് സംബഡി സ്റ്റോള് ഹിസ് പേഴ്സ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വരുന്നതിൽ ശരി ഉത്തരം അരുൺ സെഡ് ദാറ്റ് ഹിസ് പേഴ്സ് ഹാഡ് ബീൻ സ്റ്റോളൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു ഇല്ലേ. അരുൺ സെഡ് ദാറ്റ് ഹിസ് പേഴ്സ് ഹാഡ് ബീൻ സ്റ്റോളൻ റിപ്പോർട്ടർ സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഏത് ഓപ്ഷനാണ്? എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കിയേ, ബാക്കി ഇതാ ഇവിടെ ഈസാണ് കിടക്കുന്നത്. സെഡ് ദാറ്റ് വരുന്നതിൽ ഈസ് വരില്ല. ഇനി അതേപോലെ സംബടി നമ്മൾ പറഞ്ഞിട്ടില്ല, ചോദ്യത്തിൽ സംബടി ഒന്നും വന്നിട്ടില്ല. പിന്നെ അതേപോലെ ഇതാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് അല്ല തന്നിരുന്ന അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന അല്ല കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? അരുൺ സെഡ് ദാറ്റ് ഹിസ് പേഴ്സ് ഹാഡ് ബീൻ സ്റ്റോളൻ അവിടെ ഉത്തരമായിട്ട് വരും. നോക്കിയേ, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഈ റിപ്പോർട്ട് സ്പീച്ച് പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു റൂളൊന്ന് ഓർമ്മയിലിരിക്കുക. ഓക്സിലറി വെർബ് ഉണ്ടാന്ന് നോക്കുക. ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ ഓക്സിലറി പ്രസന്റ് ആണെങ്കിൽ നമ്മൾ അതിന് എന്താക്കി കൊടുക്കുക? ഓക്സിലറി വെർബിനെ പാസ്റ്റ് ആക്കി കൊടുക്കുക. ഓക്സിലറി വെർബിനെ പാസ്റ്റ് ആക്കുക. റിപ്പോർട്ടിംഗ് റൂൾ ആണ് ഇത്. റിപ്പോർട്ടിംഗ് റൂൾ വേണമെന്നുള്ളവർക്ക് എഴുതിയെടുക്കാം. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിൽ വാസ് അല്ലെങ്കിൽ വേറാണ് കിടക്കുന്നതെങ്കിൽ അത്തരം ചോദ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ 4 ഓപ്ഷനിൽ നിങ്ങൾ ഹാഡ് ബീൻ വരുന്ന ഓപ്ഷൻ നോക്കുക. എന്ത് വരുന്ന ഓപ്ഷൻ നോക്കുക? ഹാഡ് ബീൻ വരുന്ന ഓപ്ഷൻ നോക്കുക. ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിൽ V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ V2 ആക്കി കൊടുക്കുക. എന്തായി കൊടുക്കുക? V2. ലാസ്റ്റ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആക്കുക. എന്താക്കുക? ഹാഡ് പ്ലസ് V3. ഇതാണ് ആ റിപ്പോർട്ടിങ്ങിനോട്. ഇത് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഓക്സിലറി വെർബ് പ്രസന്റ് ആണെങ്കിൽ ഓക്സിലറി പാസ്റ്റ് ആക്കുക. വാസോ റെയർ ആണെങ്കിൽ ഹാഡ് ബീൻ ആക്കുക. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഡു ഡസ് ആണെങ്കിൽ V2 ആക്കുക. V2 അല്ലെങ്കിൽ ഡിഡ് ആണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കുക. ഓക്കെ. ഈസ് ഹാമിന്റെ പാസ്റ്റ് ആണ് വാസ്. ആറിന്റെ പാസ്റ്റ് ആണ് വേറ്. ഹാസ് ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ്. ഹാഡിന്റെ പാസ്റ്റ് ഹാഡ് തന്നെയാണ്. വില്ലാണെങ്കിൽ ഉഡ്. ഷാളാണെങ്കിൽ ഷുഡ്. ക്യാൻ ആണെങ്കിൽ കുഡ്. മേ ആണെങ്കിൽ മൈറ്റ്. മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു. ഇതാണ് പ്രസന്റും പാസ്റ്റ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഇത് എഴുതിയെടുത്തവർക്ക് ആണെന്നുള്ളവർക്ക് എഴുതിയെടുക്കാവേ. കമല സെഡ് ഐ ആം ലേറ്റ്. നമ്മൾ ഇങ്ങനെ ഇത്ര മാത്രമേ നോക്കുള്ളൂ. ആമോ വന്നു കഴിഞ്ഞാൽ അതിനെന്താക്കാൻ പറഞ്ഞു? വാസ് ആക്കാൻ പറഞ്ഞു. ഇനി വാസ് വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. ഒന്നാമത്തേൽ ഇതാ ഈസാണ് കിടക്കുന്നത്, വരില്ല. രണ്ടാമത്തേൽ ഈസാണ് കിടക്കുന്നത്, വരില്ല. മൂന്നാമത്തേൽ ഉഡാണ് കിടക്കുന്നത്, വരില്ല. നാലാമത്തേൽ വാസ് കിടക്കുന്നു. ഉത്തരം ഏതാ? ഡി ഓപ്ഷൻ. കമല സെഡ് ദാറ്റ് ഷീ വാസ് ലേറ്റ്. വളരെ എളുപ്പമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. നൈക്ക് സെഡ് ഐ വിൽ സ്റ്റാർട്ട് ടുമോറോ. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ചു നോക്കിയേ. നമുക്ക് വില്ല് വന്നു കഴിഞ്ഞാൽ എന്താക്കി കൊടുക്കാൻ പറഞ്ഞു വിട്ടേ? വില്ലിന്റെ പാസ്റ്റ് ആണ് ഉഡ്. ഉഡ് വരുന്ന ഓപ്ഷൻ നോക്കിയേ. നോക്ക്, സെന്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് അസ് ഇതാ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഹീ സെഡ് നോക്ക്, ഇവിടെ ഉഡ് വന്നിട്ടുണ്ട്, ഇവിടെയും ഉഡ് വന്നിട്ടുണ്ട്, ഇവിടെ ഉഡ് വന്നിട്ടില്ല. ഇനി ഇത് രണ്ടിൽ ഏതാണെന്ന് എങ്ങനെ നോക്കാൻ കൂട്ടില്ല? ഇത് രണ്ടിൽ ഏതാണെന്ന് നോക്കാം. ഹി വുഡ് സ്റ്റാർട്ട്. നോക്ക്, ഇവിടെ നമ്മൾ വേറെ ഒന്നും മാറ്റാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ സ്റ്റാർട്ടഡ് എന്നാണ് കിടക്കുന്നത്. സ്റ്റാർട്ടഡ് വരുമോ? വരൂല. ഹി വുഡ് സ്റ്റാർട്ട്
ദ നെക്സ്റ്റ് ഡേ. അതുകൊണ്ട് സ്റ്റാർട്ട് തന്നെ കിടക്കണം. സ്റ്റാർട്ട് V1 ആണ്. അത് അതുപോലെ തന്നെ എഴുതിയാൽ മതി. വില്ല് മാത്രം മാറ്റിയാൽ മതി. വുഡ് ആക്കുക. അപ്പോൾ ഹി വുഡ് സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ഡേ. ടുമോറോ ദ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറുന്നു. അപ്പോൾ എത്രയേ ഉള്ളൂ കാര്യം. അടുത്ത ചോദ്യം നോക്കിയേ. വേർ ഈസ് മൈ അംബ്രല്ല ജോൺ ആസ്ക്ഡ് ഹിസ് മദർ. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമ്മൾ നോക്കുക 4 ഓപ്ഷൻ കിടപ്പുണ്ട്. ഈസ് വന്നു കഴിഞ്ഞാൽ എന്താക്കി കൊടുക്കുക? വാസാക്കി കൊടുക്കുക. ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കേ. ഈസ് വാസാവുന്ന ഓപ്ഷൻസ് ദാ ഇവിടെ വാസ് വന്നിട്ടുണ്ട്, ഇവിടെ ഈസാണ് കിടക്കുന്ന വരില്ല, ഇവിടെ ഈസാണ് കിടക്കുന്ന വരില്ല, ഇവിടെ വാസ് വന്നിട്ടുണ്ട്. ഇത് രണ്ടിൽ ഏതാണെന്ന് എങ്ങനെ കണ്ടെത്താൻ കിട്ടില്ലേ? നമ്മൾ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പം സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേണം ഓക്സിലറി വെർബിന്റെ പാസ്റ്റ് എഴുതാൻ. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഓക്സിലറി പാസ്റ്റുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട്. ഇവിടെയാണെങ്കിലാ ഓക്സിലറി കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് കിടക്കുന്നത്. ഇവിടെയാണെങ്കിലാ ഇവിടെയാണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഓക്സിലറി കിടക്കുന്നത്. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഈ ഓപ്ഷനാണ്. അപ്പോൾ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പം സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് വരുന്ന ഓപ്ഷൻസ് ആണ് നോക്കേണ്ടത്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യത്തിൽ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടായിരിക്കും സബ്ജക്റ്റ് കിടക്കുന്നത്. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റ് മുന്നിൽ വന്നിട്ട് ഓക്സിലറിയുടെ പാസ്റ്റ് എഴുതണം. അതാണ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഓക്സിലറിയുടെ പാസ്റ്റ് വരുന്ന ഓപ്ഷൻ നോക്കാൻ വേണ്ടി പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കിയേ. മൈ ബ്രദർ സെയ്സ് ഐ ലൈക്ക് റോസസ് വെരി മച്ച്. ഓപ്ഷൻസ് വായിച്ചിട്ട് ഉത്തരം പറഞ്ഞു നോക്കിയേ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. സെയ്സ് വരുന്ന സെൻസ് ആണ് കേട്ടോ. ഓക്കെ, സേ അല്ലെങ്കിൽ സെയ്സ്, സേ അല്ലെങ്കിൽ സെയ്സ്. അതുപോലെ ടെല്ല് അല്ലെങ്കിൽ ടെൽസ്, ടെല്ല് അല്ലെങ്കിൽ ടെൽസ്. അതുപോലെ ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ്, ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ്. അതുപോലെ വിൽ സേ അല്ല എങ്കിൽ ഷാൾ സേ, വിൽ സേ അല്ലെങ്കിൽ ഷാൾ സേ. ഇതിലേതെങ്കിലും വരുന്ന സെന്റൻസ് സെഡിന് പകരം സേ അല്ലെങ്കിൽ സെയ്സ്, ടെല്ല് അല്ലെങ്കിൽ ടെൽസ്, ഹാസ് സെഡ് അല്ലെങ്കിൽ ഹാവ് സെഡ്, വിൽ സേ അല്ലെങ്കിൽ ഷാൾ സേ വരുന്ന സെന്റൻസുകളാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ സബ്ജക്റ്റ് മാത്രം മാറ്റി, സബ്ജക്റ്റ് മാത്രം മാറ്റുക, മാത്രം മാറ്റി ടെൻസ് മാറ്റാതെ, അതായത് റിപ്പോർട്ടിങ്ങിലുള്ളൊന്നും പാലിക്കാതെ. ടെൻസ് ഏതാണോ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ് തന്നെ ഉപയോഗിക്കാം, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് തന്നെ ഉപയോഗിക്കാം. ടെൻസ് മാറ്റാതെ, അതായത് ഓക്സിലറി ഒന്നും മാറ്റാതെ റിപ്പോർട്ട് ചെയ്യാം. ഇവിടെ ലൈക്കല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഐ എന്നത് മൈ ബ്രദറിനനുസരിച്ച് എന്തായിട്ട് മാറി? ഹി ആയിട്ട് മാറി. ഹി സിംഗുലാർ ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലൈക്സ് എന്ന് കിട്ടും. ഹി സിംഗുലാർ ആകുമ്പോൾ ലൈക്സ് എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഹി ലൈക്സ് വരുന്നതാ ഇവിടെയും കിടപ്പുണ്ട്, ഇവിടെ ലൈക്ഡ് ആണ്, ഇവിടെയും ഹി ലൈക്സ് കിടപ്പുണ്ട്, ഇവിടെയും ലൈക്ഡ് ആണ്. അപ്പോൾ ഇത് രണ്ടിൽ ഏതാണെന്ന് എങ്ങനെ നോക്കാം? ഇവിടെ നോക്ക്, ഇവിടെ സെഡ് ദാറ്റ് എന്നാണ് കിടക്കുന്നത്, ഇവിടെ സെയ്സ്. അപ്പോൾ സെഡ് ദാറ്റ് ആണോ സെയ്സ് ആണോ കിടക്കുന്നത്? സെയ്സ്. അതുകൊണ്ട് ഓപ്ഷൻ ഏതാ? സി ഓപ്ഷൻ. മൈ ബ്രദർ സെയ്സ് ദാറ്റ് ഹി ലൈക്സ് റോസസ് വെരി മച്ച്. ഇവിടെ എന്തുകൊണ്ട് ലൈക്സ് ആയെന്ന് ചോദിച്ചാൽ ഐ പ്ലൂറൽ ആയതുകൊണ്ടാണ് ലൈക്ക് എന്ന V1 ഫോമിലെ വെർബ് പ്ലൂറൽ വെർബ് എടുത്തത്. ഐ റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ ഹി ആയപ്പം ഹി സിംഗുലാർ ആണ്, അതുകൊണ്ട് സിംഗുലാർ വെർബ്. ലൈക്കും ലൈക്സും വരുന്നത് സിമ്പിൾ പ്രസന്റിലാണ്, ടെൻസ് മാറ്റില്ല. മനസ്സിലായ? അടുത്ത ചോദ്യം, റൈറ്റ് ദ ഇൻഡയറക്റ്റ് സ്പീച്ച് ഓഫ് ഡോണ്ട് സ്ലീപ്പ്. നോക്ക്, ഡോണ്ട് സ്ലീപ്പ് എന്നതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോണ്ട് സ്ലീപ്പ്. ഈ ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നോട്ട് ടു ആക്കി മാറ്റണം കേട്ടോ. ഡോണ്ടിൽ തുടങ്ങുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്താക്കുക? നോട്ട് ടു. നോട്ട് ടു വരുന്ന ഓപ്ഷൻ നോക്കിയേ. ഹി ഓർഡേഡ്, ഒന്നാമത്തിൽ നോട്ട് ടു സ്ലീപ്പ്. ഇവിടെ ആണെങ്കിൽ ഹി ഓർഡേഡ് ടു നോട്ട് ടു സ്ലീപ്പ്, ഓർഡേഡ് ടു നോട്ട് ടു സ്ലീപ്പ്, നോട്ട് സ്ലീപ്പ്. ഇവിടെ ആണെങ്കിലാ യു ആർ ഇൻസ്ട്രക്റ്റഡ് നോട്ട് ടു സ്ലീപ്പ്. അടുത്ത യു ആർ അഡ്വൈസ്ഡ് ടു നോട്ട് ടു സ്ലീപ്പ്. നോക്ക്, ഇത് ഏതാ ഉത്തരമായിട്ട് വരുന്നത്? യു ഓർഡേഡ് നോട്ട് ടു അല്ലെങ്കിൽ യു ആർ ഇൻസ്ട്രക്റ്റഡ് നോട്ട് ടു സ്ലീപ്പ്. യു ആർ ഇൻസ്ട്രക്റ്റഡ് നോട്ട് ടു സ്ലീപ്പ്, നോട്ട് ടു സ്ലീപ്പ് കേട്ടോ. ഇത് ചെയ്യുന്നൂടെ യു ആർ ഒന്നും വേണ്ട, സോറി യു ആർ ഒന്നും വേണ്ട, ആറൊന്നും വേണ്ട. ഇവിടെ അത് ഏതാ ഉത്തരമായിട്ട് വരുന്നത്? യു ഓർഡേഡ് നോട്ട് ടു സ്ലീപ്പ്, യു ഓർഡേഡ് നോട്ട് ടു സ്ലീപ്പ്. ഇത് എന്തുകൊണ്ട് ഇത് എഴുതിയില്ല? യു ആർ ഇൻസ്ട്രക്റ്റഡ് എന്ന് ചേർത്തു. യു ആർ ഇൻസ്ട്രക്റ്റഡ് ഇങ്ങനെയൊന്നും വേണ്ട. ഓർഡർ ആണെങ്കിൽ ഓർഡറും ചേർക്കുക, അഡ്വൈസ് ആണെങ്കിൽ അഡ്വൈസും ചേർക്കുക, കമാൻഡ് ആണെങ്കിൽ കമാൻഡഡും ചേർക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഇവിടെ നമുക്ക് ഇവിടെ യു ആർ കിടക്കുന്നതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏത് കിട്ടുന്നു? യു ഓർഡേഡ് നോട്ട് ടു സ്ലീപ്പ്. അപ്പോൾ നമ്മൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? വെർബ്, അതേപോലെ പ്ലീസ്, അതുപോലെ കൈൻഡ്ലി, അതുപോലെ ബി, അതുപോലെ ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെൻറ്റൻസ് എല്ലാം ഇമ്പരേറ്റീവ് ആണ്. ഇവ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഓർഡർ ആണെങ്കിൽ ഓർഡറും ചേർക്കുക, റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡും ചേർക്കുക, അഡ്വൈസ് ആണെങ്കിൽ അഡ്വൈസ്ഡും ചേർക്കുക,
അതുപോലെ കമാൻഡ് ആണെങ്കിൽ കമാൻഡ് ഇടം ചേർക്കുക. ചേർത്തതിന് ശേഷം ടു ചേർത്ത് സെൻറ്റൻസ് അതുപോലെ ഇങ്ങ് എടുത്തെഴുതുക. ടു ചേർത്ത് സെൻറ്റൻസ് യാതൊരു മാറ്റവും ഇല്ലാതെ എടുത്തെഴുതുക. ഡോണ്ടിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളാണെങ്കിൽ നോട്ട് ടു ആക്കി മാറ്റുക. ഡോണ്ടിൽ തുടങ്ങുന്നതാണെങ്കിൽ നോട്ട് ടു. ഇവിടെ നമുക്ക് ടു നോട്ടാണ് കിടക്കുന്നത്, ഇവിടെയും ടു നോട്ടാണ്. ഇവിടെ നോട്ട് ടു വന്നിട്ടുണ്ട്, എടുക്കാത്തതിന് കാരണം യു ആർ ഇൻസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് എടുക്കാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത നിങ്ങളെ ചോദ്യം ഇതാണ്. പിക്ക് ഔട്ട് ദ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേ ക്വസ്റ്റ്യൻ രൂപയാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഡു യു നോ വെയർ ഡസ് ഷീ ലിവ് ഓപ്ഷനിലുണ്ട്. ഡു യു നോ വെയർ ഹീ ലീവ്സ് അറ്റ് ഓപ്ഷനിലുണ്ട്. ഡു യു നോ വെയർ ഹീ ലീവ്സ് ഇൻ ഓപ്ഷനിലുണ്ട്. ഡു യു നോ വെയർ ഹീ ലിവ്സ് ഓപ്ഷനിലുണ്ട്. നോക്ക് ഏതാ ഉത്തരമായിട്ട് വരുന്നത്, ഇതിലേതാ നോക്ക്. നമുക്കിവിടെ ലീവ്സ് അറ്റ് ചോദിക്കേണ്ട കാര്യമില്ല, ലീവ്സ് ഇന്ന് ചോദിക്കേണ്ട. ഇനി ഡു യു നോ വെയർ ഡസ് ഹീ ലിവ്, വെയർ ഡസ് ഹീ ലിവ് ഉണ്ട്. അതുപോലെ ഡു യു നോ വെയർ ഹീ ലിവ്സ് ഉണ്ട്, വെയർ ഹീ ലിവ്സ്. ഇതിലേതാ ശരി? ഡി ഓപ്ഷനാണ് ശരി കേട്ടാ. ഡു യു നോ വെയർ ഹീ ലിവ്സ് എന്ന് മതി, വെയർ ഹീ ലിവ്സ്. വെയർ ഡസ് ഹീ ലിവ് എന്ന് ചേർക്കണ്ട, വെയർ ഹീ ലിവ്സ് മതി. ഈ ഡസ് ലിവിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നൂടെ, ഇവിടെ ഡൂല് തുടങ്ങുന്നതുകൊണ്ട് വീണ്ടും ഓക്സിലറി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. വെയർ ഹീ ലിവ്സ് എന്ന് ചോദിച്ചാൽ മതി. സിമ്പിൾ പ്രസന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, വെയർ ഹീ ലിവ്സ് അവിടെ വരുന്നു. നോക്കിയേ, ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കിയേ അടുത്ത ചോദ്യങ്ങൾ. ചൂസ് ദ ഇമ്പരേറ്റീവ് സെനൻസ്. താഴെ തന്നിരിക്കുന്നതിൽ ഇമ്പരേറ്റീവ് സെനൻസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ്. ആർ യു എ ഡോക്ടർ, ഹൗ ഫാന്റാസ്റ്റിക്, സൺഡേ ഈസ് എ ഹോളിഡേ, പ്ലീസ് ബ്രിങ് മീ എ പീസ് ഓഫ് ചോക്ക്. നോക്കിയേ, അല്ല സെൻറ്റൻസുകൾ നമുക്ക് 4 ടൈപ്പാണുള്ളത്. ഒന്നാമത്തേൻ്റെ പേരാണ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് അസേർട്ടീവ്, അല്ലെങ്കിൽ മറ്റൊരു പേര് ഡിക്ലറേറ്റീവ്, അല്ലെങ്കിൽ മറ്റൊരു പേര് അഫർമേറ്റീവ്. സ്റ്റേറ്റ്മെൻറ്റ്, അസേർട്ടീവ്, അതുപോലെ ഡിക്ലറേറ്റീവ്, അതുപോലെ അഫർമേറ്റീവ് ഒന്നാമത്തേൻ്റെ പേരാണ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? നൗണിലോ പ്രോനൗണിലോ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ സബ്ജക്റ്റ് തുടങ്ങി എന്തിൽ അവസാനിക്കുന്നു? ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. സബ്ജക്റ്റുകളിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. രണ്ടാമത്തെ സെനൻസിൻ്റെ പേരാണ് ഇൻറ്ററോഗേറ്റീവ്. ഇൻറ്ററോഗേറ്റീവ് സെനൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ക്വസ്റ്റ്യൻ വേർഡിലോ അല്ലെങ്കിൽ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. ക്വസ്റ്റ്യൻ വേർഡിലോ ഓക്സിലറി വെർബിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന സെൻറ്റൻസുകളാണ് ഇൻറ്ററോഗേറ്റീവ്. ഇനി മൂന്നാമത്തേത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പരേറ്റീവ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ഇമ്പരേറ്റീവ് വെർബിലോ അല്ലെങ്കിൽ പ്ലീസ്, അല്ലെങ്കിൽ കൈൻഡിലി, അതുമല്ല എങ്കിൽ ബി, ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. വെർബ് മെയിൻ വെർബിലായിരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പ്ലീസ് എന്ന വാക്ക് കൈൻഡിലി, ബി, ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അത് ഇമ്പരേറ്റീവ്. ലാസ്റ്റത്താണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ആശ്ചര്യചിഹ്നം വരുന്ന സെൻറ്റൻസുകളെല്ലാം എക്സ്ക്ലമേറ്ററി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഏതാ? ദാ പ്ലീസിൽ തുടങ്ങുന്നു. പ്ലീസ് ബ്രിങ് മീ എ പീസ് ഓഫ് ചോക്ക്. ഹൗ എന്ത് ചെയ്യുന്നുണ്ട്? സൺഡേ ഈസ് എ ഹോളിഡേ ടൈപ്പ് സെൻറ്റൻസ്. സൺഡേ എന്ന് പറഞ്ഞ നൗണ് സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണ് ഇല്ലേ? നമുക്ക് ഉത്തരം ഡി ഓപ്ഷൻ ആണ്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഹൗ ഫെൻറ്റാസ്റ്റിക് ആശ്ചര്യചിഹ്നം വരുന്നു, എക്സ്ക്ലമേറ്ററി ആണ്. ആർ യു എ ഡോക്ടർ, നോക്ക് ആർ എന്ന് പറഞ്ഞ ഓക്സിലറി തുടങ്ങി ഇൻറ്ററോഗേറ്റീവ് ആണ്. ആ ഓപ്ഷൻസ് എല്ലാം നമുക്ക് പറയാം. അടുത്ത ചോദ്യം നോക്കിയേ. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ ഈസ് എ ഓർ ആൻ ഡാഷ് സെൻറ്റൻസ്. ഏതരം സെൻറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? പോസിറ്റീവ്, ഡിക്ലറേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഇമ്പരേറ്റീവ്. നോക്കിയേ, ആശ്ചര്യചിഹ്നം വന്നിരിക്കുന്നു, അതുകൊണ്ട് ഏതാ? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അടുത്ത ചോദ്യം നോക്കിയേ. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ്. ലുക്ക് ബിഫോർ യു ലീപ്പ് എന്നത് ഏത് തരം സെൻറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇൻറ്ററോഗേറ്റീവ്, ഇമ്പരേറ്റീവ്, ഡിക്ലറേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ലുക്ക് എന്ന് പറയുന്ന വെർബല്ലേ? നോക്കുക, വെർബിൽ തുടങ്ങുന്ന സെൻസ് എല്ലാം എന്താണ്? ഇമ്പരേറ്റീവ്. അത് തന്നെ ഏതാ? ബി ഓപ്ഷൻ, ഇമ്പരേറ്റീവ് സെൻസ് ഉത്തരമായിട്ട് വരും. അടുത്ത നോക്കിയേ. ഷീ സ്റ്റുഡ് ഓൺ ടിപ് ടോയ്, ഷീ പ്ലഗ്ഡ് ദ ഫ്ലവേഴ്സ്. സിമ്പിൾ സെൻറ്റൻസ് അല്ലെങ്കിൽ ദ സിമ്പിൾ സെൻറ്റൻസ് ഓഫ് ദീസ് സെൻറ്റൻസീസ്. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ സിമ്പിൾ സെൻറ്റൻസിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് കൈൻഡ്സ് ഓഫ് സെൻസിൽ സിമ്പിള്, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോംപ്ലക്സ് ഇങ്ങനെ 4 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസുകളെല്ലാം സിമ്പിളാണ്. ING തുടങ്ങുന്ന സെൻറ്റൻസ് എല്ലാം സിമ്പിളാണ്. ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് എന്നിവയിൽ തുടങ്ങുന്ന സെൻറ്റൻസ് സിമ്പിളാണ്. ഇനി എന്താണ് ഈ കോമ്പൗണ്ട് സെൻറ്റൻസ്? 2 പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസുകളെ കമ്പൈൻ ചെയ്ത് പറഞ്ഞാൽ അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. ഇനി എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസ്? ഒരു പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസും അർത്ഥപൂർണ്ണത ഇല്ലാത്ത സെൻറ്റൻസും ചേർത്ത് പറഞ്ഞാൽ കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇനി എന്താണ് ഈ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്? ഒന്നിൽ കൂടുതൽ സിമ്പിൾ അല്ലെങ്കിൽ പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസ്, ഒന്നിൽ കൂടുതൽ പൂർണ്ണ അർത്ഥമില്ലാത്ത സെൻറ്റൻസും കമ്പൈൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. നമുക്കിവിടെ സിമ്പിൾ സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സെൻറ്റൻസിൻ്റെ സിമ്പിൾ രൂപം നോക്കിയേ. ഓപ്ഷൻസ് ഓരോന്ന് വായിച്ചിട്ട് ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഷീ സ്റ്റുഡ് ഓൺ ടിപ് ടോയ് ആൻഡ് പ്ലഗ്ഡ് ദ ഫ്ലവേഴ്സ്. അടുത്തത് സ്റ്റാൻഡിങ് ഓൺ ടിപ് ടോയ് ഷീ പ്ലഗ്ഡ് ദ ഫ്ലവേഴ്സ്. as soon as she stood on tiptoe and plugged the flowers, അല്ലെങ്കിൽ she plugged the flowers. while she stood on tiptoe she plugged the flowers. ഏതാ നമ്മൾ പറഞ്ഞ ING തുടങ്ങുന്ന സെൻറ്റൻസ് എല്ലാം സിമ്പിൾ എന്നല്ലേ പറഞ്ഞത്. ഇവിടെ INGയിൽ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. നടക്കുന്നു സ്റ്റാൻഡിങ് ഓൺ ടിപ്ടോയ് ഷി പ്ലഗ്ഡ് ദ ഫ്ലവേഴ്സ്. അത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ നോക്കിയത് ചോദ്യങ്ങളിൽ ഇത് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഓരോന്നും കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാം. ചോദ്യം നോക്കിയേ. ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഇത് എന്ത് തരം സെൻറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ദ മൂൺ എന്ന് പറയുന്നത് നൗൺ അല്ലേ. നൗണിൽ തുടങ്ങുന്ന സെൻറ്റൻസിന് നമുക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അസേർട്ടീവ്, ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ്. ഓപ്ഷനിൽ ഏത് കിടക്കുന്നു? ഡിക്ലറേറ്റീവ്. സി ഓപ്ഷൻ ഡിക്ലറേറ്റീവ് ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആയോ? നോക്കിയേ അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ സെൻറ്റൻസ് ബിലോ അല്ലെങ്കിൽ സെൻറ്റൻസ് ബിലോ ഈസ് എ ഗുഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഉചിതമായിട്ട് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്ന സെൻറ്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ വിൽ മീറ്റ് യു ടുഡേ നൈറ്റ്, യു ക്യാൻ മീറ്റ് മീ ദിസ് ആഫ്റ്റർനൂൺ. അതുപോലെ ഹി മെറ്റ് മീ ടുഡേ മോർണിംഗ്. ഐ മെറ്റ് ഹർ യെസ്റ്റർഡേ. ഇതിൽ ഏതാണ് ശരിയെന്നാണ്. നിങ്ങൾ ആ ഓപ്ഷൻ നോക്കണ്ട, നിങ്ങൾ അല്ലാണ്ട് പറഞ്ഞു നോക്കിയാൽ മതി. ഏതാ നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ബി ഓപ്ഷനാണ്. ഉത്തരമായിട്ട് വരുന്നത്. കാരണം എന്താ? ഇതിൽ ഓരോന്നിനും തെറ്റ് നമുക്ക് പറയാം. നിങ്ങൾക്ക് ആ ഓപ്ഷൻ കാണാൻ വരുന്നു, എന്നാലും നമുക്ക് പറയാം. ഈ ടുഡേ വരുന്ന സെൻറ്റൻസിൽ നമുക്ക് ഒരിക്കലും വില്ല് പറയാറില്ല. ടുഡേ വന്നു കഴിഞ്ഞാൽ ഈസ് ആം ആർ പ്ലസ് ING ആണ് അവിടെ വരേണ്ടത്. അതാണ് അവിടുത്തെ തെറ്റ്. ഇവിടെയും നോക്കൂട്ടില്ലേ, ടുഡേ വന്നിരിക്കുന്നു, മെറ്റ് എന്ന വീട്ടുമാണ് കിടക്കുന്നത്, വരില്ല. ഇവിടെയും യെസ്റ്റർഡേ നൈറ്റ് എന്നാണ് കിടക്കുന്നത്. മെറ്റ് വരുന്ന സെൻറ്റൻസിൽ യെസ്റ്റർഡേ ഉപയോഗിക്കാം. യെസ്റ്റർഡേ പറഞ്ഞാൽ മെറ്റ് ഉപയോഗിക്കാം. യെസ്റ്റർഡേ നൈറ്റ് നമ്മൾ പറയേണ്ട കാര്യം ഇല്ല. യെസ്റ്റർഡേ എന്ത് ചെയ്യുന്നുണ്ട്? നൈറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കിയ ചോദ്യം. എഡിറ്റ് ദ സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ തെറ്റ് തിരുത്താനാണ്. ദ കുക്സ് എന്ന് പറയുന്നതാണ് എഡിറ്റ് ചെയ്യേണ്ടത്. വുമൺ കുക്സ് ഫുഡ് ഇൻ ദെയർ കിച്ചൺ. അപ്പോൾ നോക്കിയേ, അവിടെ ഓപ്ഷനിൽ കുക്കുണ്ട്, കുക്കിംഗ് ഉണ്ട്, ഈസ് കുക്കിംഗ് ഉണ്ട്, ഹാസ് കുക്കിംഗ് ഉണ്ട്. ഇപ്പോൾ വിമൺ എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഇപ്പോൾ വെർബ് പ്ലൂറലായിരിക്കണം വരേണ്ടത്. ഇവിടെ എസ്സിൽ അവസാനിക്കുന്ന വെർബെല്ലാം സിംഗുലാറാണ്. അപ്പോൾ അത് വരില്ല. അപ്പോൾ നമുക്ക് കുക്ക് എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് ഉത്തരം വരാം. കുക്കിംഗ് എന്ന് പറയുന്ന ING ഒറ്റയ്ക്ക് നിൽക്കില്ല. ഈസ് കുക്കിംഗ് എന്ന് പറയുന്നത് സിംഗുലാറാണ്, വരില്ല. ഹാസ് കുക്കിംഗ് എന്ന് പറയുന്നത് ഹാസ് സിംഗുലാറാണ്, അല്ലെങ്കിലും ഹാസ് കുക്കിംഗ് എന്ന് പറയാറില്ല. നമുക്ക് ഏതാ ഉത്തരം? കുക്കാണ് വരുന്നത്. വിമൺ എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് കുക്ക് എന്ന V1 ഫോമിലെ വെർബ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദ മാൻ ടു ഹൂം അല്ലെങ്കിൽ ദ മാൻ ടു ഹൂ ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. സെൻറ്റൻസ് എഡിറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഹൂ വരുന്ന ഭാഗത്താണ് തെറ്റ്. ഇതെന്താണ് ഇവിടുത്തെ തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു ഹൂം ഐ സെല്ല് ഓപ്ഷനിലുണ്ട്. ടു ഹൂ വാസ് സോൾഡ് അവിടെ ഓപ്ഷനിലുണ്ട്. ടു ഹൂ ഐ സെല്ല് ഓപ്ഷനിലുണ്ട്. ടു ഹൂം ഐ സോൾഡ് ഓപ്ഷനിലുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് ഒരേ ഒരു തെറ്റേ ഉള്ളൂ. ഇവിടെ ഹൂമാണ് വരേണ്ടത്. കാരണം എന്താ? വേറെ ഒന്നും മാറ്റണ്ട, ഹൂമാണ് വരേണ്ടത്. എന്താ കാരണം ഹൂം വരാൻ? അപ്പം നോക്കിയോ, ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസിൽ ഹൂം വന്നു കഴിഞ്ഞാൽ തുടർന്ന് വരുന്നത് പ്രോനൗണുകളായിരിക്കും. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ I, we, you, he, she, it, they ആയിരിക്കണം. ഇവിടെ ഐ ആണ് കിടക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും ഹൂ വരില്ല. ഹൂ ആണ് വരേണ്ടതെങ്കിൽ നമുക്ക് തൊട്ടടുത്തായിട്ട് വരുന്നത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ
മെയിൻ വെർബ് ആയിരിക്കണം. ഇവിടെ ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബ് ആയിരുന്നെങ്കിൽ ഹൂ എഴുതാൻ വരുന്നത്. അപ്പോൾ ഹൂമാണ് വരേണ്ടത്. അതാ ഹൂം വരുന്ന 2 ഓപ്ഷൻ കിടപ്പുണ്ട്, ഇവിടെയും കിടപ്പുണ്ട്, ഇവിടെയും കിടപ്പുണ്ട്. ഇവിടെ സെല്ലെന്നാണ് കിടക്കുന്നത്, നമുക്കിവിടെ സോൾഡ് ആണ്. അപ്പോൾ സെല്ല് വരുമോ? ഇല്ല, സോൾഡ് തന്നെ വരണം. ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഷീ വണ്ടർഫുൾ കുക്ക് ഈസ് എ. ഇതിനെ ഓർഡർ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആക്കാനാണ് പറഞ്ഞത്. കറക്റ്റ് ദ സെന്റൻസ്. സെന്റൻസിനെ കറക്റ്റ് സെന്റൻസ് ആക്കാനാണ്. ഷീ കുക്ക് വണ്ടർഫുൾ ഓപ്ഷനിലുണ്ട്, കുക്ക് വണ്ടർഫുൾ ഷീ ഓപ്ഷനിലുണ്ട്, ഷീ ഈസ് എ വണ്ടർഫുൾ കുക്ക് ഓപ്ഷനിലുണ്ട്, വണ്ടർഫുൾ കുക്ക് ഈസ് ഷീ ഓപ്ഷനിലുണ്ട്. നമുക്ക് വായിക്കുമ്പോഴേ കിട്ടും ഏതാ? ഷീ ഈസ് എ വണ്ടർഫുൾ കുക്ക്. ഒരു സെന്റൻസ് ആക്കാനൊക്കെ പറഞ്ഞാൽ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്, അത് കഴിഞ്ഞിട്ട് മെയിൻ വെർബ്, അത് കഴിഞ്ഞിട്ട് റിമൈനിങ് പാർട്ട് എന്ന രീതിയിലാണ് ഒരു സെന്റൻസിന്റെ പാറ്റേൺ ഓർമ്മയിലിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. കറക്റ്റ് ദ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിനെ കറക്റ്റ് ചെയ്ത് എഴുതാനാണ്. ഈച്ച് ഓഫ് ദ ബോയ്സ് വെയർ ഗിവൺ എ പെൻ. കണ്ടല്ലോ, ഈ സെന്റൻസിലെ തെറ്റ് തിരുത്തി കറക്റ്റ് ആയിട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈച്ച് ഓഫ് ദ ബോയ്സ് ആർ ഗിവൺ എ പെൻ ഓപ്ഷനിലുണ്ട്, ഈച്ച് ഓഫ് ദ ബോയ്സ് വാസ് ഗിവൺ എ പെൻ ഓപ്ഷനിലുണ്ട്, ഈച്ച് ഓഫ് ദ ബോയ്സ് ഗിവ് എ പെൻ ഓപ്ഷനിലുണ്ട്, ഈച്ച് ഓഫ് ദ ബോയ്സ് വെയർ ഗിവൺ എ പെൻ ഓപ്ഷനിലുണ്ട്. പഠിക്കുക. വൺ ഓഫ്, അതുപോലെ ഐദർ ഓഫ്, ഈച്ച് ഓഫ്, അതുപോലെ എവരി വൺ ഓഫ്, വൺ ഓഫ്, എയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, അതുപോലെ നൈദർ ഓഫ്. ഈ വാക്കുകൾ വരുന്ന സെന്റൻസിൽ തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും. സബ്ജക്റ്റ് എപ്പോഴും എന്താ? പ്ലൂറൽ. എന്നാൽ വെർബ് ആണെങ്കിൽ സിംഗുലാർ ആയിരിക്കണം. വെർബ് സിംഗുലാർ. നമുക്ക് ഈച്ച് ഓഫ് വരുന്നു, ബോയ്സ് പ്ലൂറലാണ്, വേറെ വരില്ല. അവിടെ വാസാണ് വരേണ്ടിയിരുന്നത്, വാസ് ഗിവൺ. ഇവിടെ നോക്കടാ, ഈച്ച് ഓഫ് ബോയ്സ് ആറ് പ്ലൂറലാണ്, വരില്ല. ഈച്ച് ഓഫ് ബോയ്സ് വാസ് സിംഗുലാർ, വരാം. ഈച്ച് ഓഫ് ബോയ്സ് പ്ലൂറൽ, ഗീവ് എന്ന് പറയുന്നത് V1 പ്ലൂറലാണ്, വരില്ല. ഈച്ച് ഓഫ് ബോയ്സ് വെയർ പ്ലൂറലാണ്, വരില്ല. അപ്പം നമുക്ക് ഉത്തരം ഏതാ? ബി ഓപ്ഷനാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? ബി ഓപ്ഷൻ. അപ്പോൾ ഏതാ റൂള്? വൺ ഓഫ്, ഐദർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, നൈദർ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. പ്ലൂറൽ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം നോക്കിയേ. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഉചിതമായിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പെയിന്റിംഗ് വാസ് ഹാങ്ഡ് ഓൺ ദ വാള്. അടുത്തത് നമുക്ക് ദ കോളേജ് ബിഗിൻസ് അറ്റ് 10 o'clock. അതേപോലെ മൈ മദർ സെൽഡം ഗോസ് ടു തിയേറ്റർ. അതുപോലെ ഐ സീ എ ക്രോ ഔട്ട്സൈഡ് ദ വിൻഡോ. ഇൻകറക്റ്റ്, കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പെയിന്റിംഗ്, ഒന്നാമത്തെ ഓപ്ഷൻ, ദ പെയിന്റിംഗ് വാസ് ഹാങ്ഡ് ഓൺ ദ വാള്. കോളേജ് ബിഗിൻസ് അറ്റ് 10 o'clock. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ പെയിന്റിങ് വാസ് കുഴപ്പമില്ല, ഹാങ്ഡ് നമുക്ക് വരാം, പക്ഷേ ഹാങ്ഡ് എന്ന് പറഞ്ഞാൽ തൂക്കി കൊല്ലുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. നമുക്ക് പെയിന്റിങ് തൂക്കിക്കൊന്നു പറയാൻ പറ്റുമോ? ദി ഹാങ്ഡ്, ദി ഹങ് എന്നാണ് പറയുന്നത് കേട്ടോ. ഹാങ് തൂക്കിയിടുക എന്ന അർത്ഥത്തിലാണെങ്കിൽ ഹങ് എന്നാണ് പറയുന്നത്, തൂക്കിയിടുക. അപ്പോൾ ഇവിടെ ഹങ് ആണ് വരേണ്ടത്. ഇതാണ് തെറ്റ്, ഇത് തെറ്റുണ്ട്. ഇനി കോളേജ് ബിഗിൻസ് അറ്റ് 10 o'clock, തെറ്റൊന്നുമില്ല. മൈ മദർ സെൽഡം വരുന്ന സെൻസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും, അവിടെ ഗോസ് വരുന്നു. എന്ത് ചെയ്യുന്നു? ഗോസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഐ സീ എ ക്രോ ഔട്ട്സൈഡ് ദ വിൻഡോ, അതും ശരിയാണ്. അപ്പോൾ നമുക്ക് ഉത്തരം ഏതാ? എ ഓപ്ഷൻ. എന്താ അവിടുത്തെ തെറ്റ്? ഹാങ്ഡ് എന്ന് പറയില്ല, ഹാങ്ഡ് തൂക്കി കൊല്ലുക എന്നാണ്. ഹാങ്ങിന് രണ്ടർത്ഥം, തൂക്കി കൊല്ലുക എന്നുണ്ട്, തൂക്കിയിടുക എന്നുണ്ട്. തൂക്കി കൊല്ലുക എന്നാണെങ്കിൽ ഹാങ്ഡും, തൂക്കിയിടുക എന്നാണെങ്കിൽ ഹങ്ങും എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഹങ്ങാണ് വരേണ്ടിയിരുന്നത്, അതാണ് അവിടുത്തെ തെറ്റ്. ക്ലിയർ ആയോ? ഓക്കെ, നമ്മളിന്ന് നോക്കിയത് നിങ്ങൾക്ക് വന്നിട്ടുള്ളൊരു ചോദ്യവും അതിൻ്റെ അനുബന്ധ ഫാക്ട്സും ആണ്. അപ്പോൾ എല്ലാവരും ആ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുത്ത് കാണുക. അപ്പോൾ ആ ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, എഴുതേണ്ട കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ വീഡിയോ പൗസ് ചെയ്ത് നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, മാക്സിമം അതിനകത്ത് കാണുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരും. ഓക്കെ, താങ്ക് യു.